2006 ഓഗസ്റ്റ് മാസം വിജനമായ പസഫിക് സമുദ്രം. കിലോമീറ്ററുകളോളം ഒരൊറ്റ മനുഷ്യജീവി പോലും ഇല്ലാത്ത ആഴക്കടലിൽ എഞ്ചിൻ തകരാറിലായി ഒരു കൊച്ചു ബോട്ട് ഒഴുകി നടക്കുന്നു. അതിനുള്ളിൽ അസ്ഥികൂടം പോലെ വറ്റി വരണ്ട ശരീരവുമായി 5 മനുഷ്യർ. കയ്യിൽ ഭക്ഷണവുമില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളവുമില്ല. ദിവസങ്ങളല്ല, മാസം 10 കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 304 ദിവസങ്ങൾ. കൂടിയുള്ളവർ ഓരോരുത്തരായി കണ്ണടയ്ക്കുമ്പോൾ സ്വന്തം മൂത്രം കുടിച്ചും പച്ചമീൻ കടിച്ചു നിന്നും മരണം കാത്ത് സമുദ്രത്തിൽ കിടന്ന ആ 5 പേർ നമ്മുടെ മലയാളി മീൻപിടുത്തക്കാരായിരുന്നു. സമുദ്ര ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിച്ച, വിധി പോലും തോറ്റുകൊടുത്ത അവിശ്വസനീയമായ സർവൈവൽ കഥ. 2005 ഒക്ടോബർ മാസത്തിലാണ് സംഭവം. ആൻഡമാൻ തീരത്തു നിന്നും അൽ ഹുസൈനി എന്ന കൊച്ചു ബോട്ടിൽ 5 മലയാളികൾ കടലിലേക്ക് ഇറങ്ങി. തീരത്ത് നിന്നും കിലോമീറ്ററുകൾ അകലെ വെച്ച് പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. അവരുടെ ബോട്ടിന്റെ എഞ്ചിൻ കേടായി, വയർലെസ് സിഗ്നലുകൾ തകർന്നു. മധ്യസമുദ്രത്തിലെ അതിശക്തമായ അടിയൊഴുക്കിൽപ്പെട്ട് ആ ബോട്ട് അന്താരാഷ്ട്ര കടൽ അതിർത്തികൾ കടന്ന് ഒഴുകാൻ തുടങ്ങി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മാസങ്ങളോളം തിരച്ചിൽ നടത്തി. ഒടുവിൽ ഒരു തെളിവും കിട്ടാതായപ്പോൾ അവർ കടലിൽ മുങ്ങി മരിച്ചു എന്ന് വിധിയെഴുതി തിരച്ചിൽ അവസാനിപ്പിച്ചു. എന്നാൽ അവർ മരിച്ചിരുന്നില്ല. ഒഴുകി നടന്ന് ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ബോട്ടിനുള്ളിലെ ഭക്ഷണവും വെള്ളവും തീർന്നു. പച്ചമഴവെള്ളം വീഴുമ്പോൾ പാത്രങ്ങളിൽ കോരിയെടുത്ത് കുടിച്ചു. അത് കിട്ടാതാകുമ്പോൾ സ്വന്തം മൂത്രം കുടിച്ച് ജീവൻ നിലനിർത്തി. കടലിൽ വീഴുന്ന പക്ഷികളെയും കയ്യിൽ കിട്ടുന്ന പച്ചമീനുകളെയും പച്ചയ്ക്ക് കടിച്ചു തിന്നു. -ഡിഗ്രി തണുപ്പും ഭീമാകാരമായ തിരമാലകളും അവരുടെ ബോട്ടിനെ തകർക്കാൻ നോക്കി. ശരീരത്തിലെ മാംസമെല്ലാം വറ്റി തൊലിയും എല്ലും മാത്രമായി മാറിയ അവസ്ഥയിലും നാട്ടിൽ തിരിച്ചെത്തണം, കുടുംബത്തെ കാണണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് ആ 5 പേരെ ജീവനോടെ നിർത്തിയത്. അങ്ങനെ 2006 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും 20,000 കിലോമീറ്ററിലധികം അകലെ മ്യാൻമർ തീരത്തിനടുത്ത് ഒരു പ്രേതക്കപ്പൽ പോലെ ആ ബോട്ട് ഒഴുകിയെത്തി. അവിടെ ഉണ്ടായിരുന്ന മ്യാൻമർ നാവികസേന ആ ബോട്ട് കണ്ടപ്പോൾ കരുതിയത് ഉള്ളിൽ മുഴുവൻ ശവങ്ങളായിരിക്കുമെന്നാണ്. എന്നാൽ ബോട്ടിന്റെ ഉള്ളിൽ നിന്നും മെലിഞ്ഞുണങ്ങിയ ഒരു കൈ സഹായത്തിനായി പൊന്തി വന്നു. മ്യാൻമർ സേന ഞെട്ടിപ്പോയി. 10 മാസമായി കടലിൽ അപ്രത്യക്ഷരായ മനുഷ്യരാണ് കൺമുന്നിൽ കിടക്കുന്നത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലാക്കി ഇന്ത്യൻ എംബസിയെ വിവരമറിയിച്ചു. മരിച്ചുപോയി എന്ന് കരുതി ബലിയിട്ട കുടുംബത്തിന് മുന്നിലേക്ക് 304 ദിവസങ്ങൾക്ക് ശേഷം അവർ ജീവനോടെ തിരിച്ചെത്തി. ഒരു തുള്ളി വെള്ളമില്ലാതെ കടൽ രാക്ഷസന്മാർക്ക് നടുവിൽ 304 ദിവസങ്ങൾ മരണത്തോട് പോരാടി ജയിച്ച ആ മലയാളികളുടെ മനോധൈര്യത്തിന് മുന്നിൽ ലോകം തലകുനിച്ചു. മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വിധി പോലും തോറ്റുകൊടുത്ത ആ അവിശ്വസനീയ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യൂ.